സാർ, നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം. എന്ത് നിലപാടായിരുന്നു RSSന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാര് സ്വീകരിച്ചത്? സാർ, 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് PTA റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത്. ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു, ഊപ്പർ ദേഖോ മസ്ജിദ് മസ്ജിദ്, സാമനെ ദേഖോ മസ്ജിദ് മസ്ജിദ്, പീछे ദേഖോ മസ്ജിദ് മസ്ജിദ്, പൂരെ പൂരെ മസ്ജിദ് മസ്ജിദ്. പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത്. മേപ്പോട്ട് നോക്കൂ, പള്ളികൾ; പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ, പള്ളികൾ; മുന്നിലേക്ക് നോക്കൂ, പള്ളികൾ; എവിടെ നോക്കിയാലും പള്ളികൾ. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാര്? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മറുപടി പറയട്ടെ. പ്രതിപക്ഷ സംസാരിച്ചോളൂ. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളൂ. You continue. Sir, എനിക്ക് പ്രൊട്ടക്ഷൻ continue. അവരിങ്ങനെ സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ല. അങ്ങനെ നിങ്ങൾ സംസാരിച്ചോ? അവര് ശബ്ദിക്കുമ്പോ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടു ഭാഗം ശബ്ദിച്ചിട്ടുണ്ട്. ശരിയാവില്ല. സംസാരിക്കാൻ എനിക്ക് കഴിയില്ല സാർ. അങ്ങ് സംസാരിച്ചോ? പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ലല്ലോ. ഇവിടുന്ന് ആരെങ്കിലും സംസാരിച്ചോ? അവരിരിക്കട്ടെ സാർ, കേൾക്കൂ. യു ഹിയർ മീ. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. സാർ, ഞാൻ പറയാം, ഇരിക്ക്. അദ്ദേഹം പറയട്ടെ. ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കൂ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ.